യഥാർത്ഥത്തിൽ സംഘത്തിന് അതിൻ്റെ ചരിത്രത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസാണ് ഈ 48-ൽ ഗാന്ധിജിയുടെ വധം ആരോപിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ആ അഗ്നിപരീക്ഷത്തെയൊക്കെ അതിജീവിച്ച് ഈ സംഘത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു അസാമാന്യമായ വ്യക്തിക്ക് മാത്രമേ കഴിയൂ. മാത്രമല്ല 1949 സംഘത്തിൻ്റെ പേരിലുള്ള നിരോധനം പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ സംഘത്തിൻ്റെ ഉള്ളിലുള്ളവരും സംഘത്തിൻ്റെ അനുഭാവികളുമായിട്ടുള്ള പലർക്കും നമുക്ക് ഇനി ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ആവശ്യമുണ്ടോ, നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ പ്രവർത്തിച്ചാൽ പോരെ, പുതിയ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് ഡോക്ടറേറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആദേശമുണ്ട്. അതായത് അന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടി. അതെ അതെ അതെ. അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു മഹാസഭയുണ്ട്. മാത്രമല്ല ഹിന്ദു മഹാസഭ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ ഉണ്ട്. ഉണ്ട്. പക്ഷെ അവർ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ഇമ്പാക്റ്റ് ഇല്ല. കാരണം ആ ഒരു വേണമെങ്കിൽ RSS പേരിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ആകാമായിരുന്നു. അതെ അതെ അതെ. എന്നു മാത്രമല്ല ഇടക്കാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശ്യാമപ്രസാദ് മുഖർജി ഗുരുജിയെ സമീപിച്ചു, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. പുള്ളിക്ക് തന്നെ തുടങ്ങാനായിട്ട് നമ്മുടെ അതിന് സംഘത്തിൻ്റെ സഹായം. അപ്പം ഗുരുജി ആദ്യം അതിന് സമ്മതം മൂളിയില്ല.